ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് നിന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, റാഫി ഫാം എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷെ ഒന്നും പറ്റിയതില്ല. അപ്പം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്, കൈഫിൻ്റെ ബർത്ത്ഡേ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഇൻട്രോ വീഡിയോ അതേപോലെ തന്നെ നമ്മളെ കൈഫിൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളായിട്ട് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് റാഫി മുഹമ്മദ് എന്ന് പറയും, മണ്ണാർക്കാടാണ് സ്ഥലം. അപ്പോൾ നമ്മളുടെ ചെറിയ രീതിയിൽ നമ്മളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഇതാണ് നമ്മളുടെ വൈകുന്നേരമായ ഇരിക്കുന്ന സ്ഥലം, കസർലബാൻ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കാണിച്ചു തരാം, മണ്ണൂരത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി തരാം. റോഷ, ഇതാണ് നമ്മൾ റോഷൻ. ചെക്കൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ക്യാമറ ഫേസ്, പിന്നെ ക്യാമറ ഫേസിൽ യാതൊരു മടിയില്ലാത്ത നമ്മളെ ചെക്കൻ ഉണ്ട് കേട്ടോ. അതിനാണ്, അയ്യോ എന്താണ് അതിനാലെ, എന്തായാലും എന്നെ കാണിക്കൂ. പിന്നെ നമ്മളെ കസർലബാന്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരാളുണ്ട്. ഹാഷ്മേ, എന്താണ് കസർലബാനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ? അവിടെ നോക്കിട്ട് പറയാം, അടിപൊളിയല്ലേ? അപ്പൊ എല്ലാരും വരിക അല്ലേ? അതെ. എന്താണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടില്ലാണ് ഇതാണ് നമ്മളെ ഇവിടുത്തെ കസർലബാനിൽ വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥത കയറി ചിലപ്പോ കൂടെ ന്യൂട്ടലങ്ങനെ വിളിച്ചിറങ്ങണ്ടാവും. അന്നൊരു ദിവസം നോക്കണ്ടേ 4-5 ന്യൂട്ടലക്കുള്ള സാധനം കാണാനോ എവിടെ കുടിച്ച് കഴിക്കുന്നുണ്ടാവില്ലേ. പിന്നെ അമ്പാന്റെ, ഇതാണ് നമ്മുടെ അമ്പാൻ, ഫൈസൽ എന്ന് പറയും. അമ്പാൻ ഇവിടുത്തെ നമ്മളുടെ ഓൾ ഇൻ ഓൾ ആണ് ആള്. ഇടക്കിടക്ക് പണിയെടുക്കാനൊന്നുമല്ല, ഇടക്കിടക്ക് ഇവിടുത്തെ ന്യൂട്രലയുടെ അളവ് ഇങ്ങനെ കുറയും, ഇടക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഗൈസ്, അതാണ് നമ്മളെ കൈഫ് ഇന്നത്തെ ബർത്ത്ഡേ പോയിട്ടോ. ബർത്ത്ഡേ പോയിനെ കാണിച്ചു തരാം. നിൽക്കുന്നതാണ് നമ്മളെ ബർത്ത്ഡേ പോയി. ഹലോ, കസർലബാനിലെ മെയിൻ ചീഫ് മാനേജറിനെ കാണിച്ചു തരാം. അമ്മേ, കസർലബാനിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം എന്താ? ഇതാണ് നമ്മളെ അമ്മി കസർലബാൻ. അതിനാണ്ട് ഒന്നുമില്ല പറയണോ? ഇതാണ് നമ്മളെ അമ്മി, നമ്മളെ കസർലബാനിലെ മെയിൻ മാനേജറാണ്. മെയ്ഡ് ഇൻ പാലക്കാട്. ഇവിടെ വന്ന് ഞങ്ങളപ്പം വൈബടിച്ച് സെറ്റായി അല്ലേ? ഇത് പിന്നെ നമ്മളുടെ മണ്ണാർക്കാട് ഓൺ പ്രോപ്പർട്ടി ഭാഷ. കുറച്ച് ക്യാമറ ഫിയർ ഉള്ള ആൾക്കാരാണ്. അത് പിന്നെ നമ്മുടെ ഷിബി, ത്രിഫ്റ്റ് ഓണർ. ഇതുമാതിരി തന്നെ നമ്മളുടെ ചോരക്കണ്ണൻ റഷാദ്. എന്തേലും പറയണ്ടോ? സത്യം, 2 സൈഡ് കണ്ണ് കലങ്ങിക്കണു. സ്വർണ്ണക്കടത്തേന്ന് പണി ജാറിന്റെ ഉള്ളില് കേട്ടോ. എനിക്ക് നമ്മള് ബർത്ത്ഡേ പോയതാ, പേടിച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. കീറി കുപ്പായ കിട്ടിയ നിങ്ങള്. നമ്മളുടെ ക്ലച്ചേഴ്സ് ആൻഡ് ത്രിഫ്റ്റ് ഓണറാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പറയണ്ടോ? നമ്മള് ത്രിഫ്റ്റ് കൾച്ചറിന്റെ ഓണറാണ്. ക്ലച്ചേഴ്സ് ആൻഡ് ത്രിഫ്റ്റ് കൾച്ചർ. അതെ, ഓൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തൊരു മുതലിന്ന് വന്നിട്ടില്ല. അതെ, ഇൻഷാല്ലാ 5 കൊല്ലത്തിനുള്ളിൽ ചെറുക്കം യൂത്ത് ബിസിനസ് ഐക്കൺ അവാർഡ് വാങ്ങാനുള്ള മുതലാണ് ഈ കുത്തിരിക്കണത്. ഇൻഷാല്ലാ. അതെ, ചെക്കൻ ക്ഷീണിച്ചുകൊണ്ടു, ഓടി ക്ഷീണിച്ചുകൊണ്ടു. അതെ, മണ്ണിന്റെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുക. ബർത്ത്ഡേക്കാരൻ കാണിച്ചുതരാം. ബർത്ത്ഡേക്കാരൻ കണ്ടിട്ടില്ലല്ലോ, ബർത്ത്ഡേക്കാരൻ കാണിച്ചുതരാം. എന്ത് അല്ല ഭാഷ നോക്കിക്കോ ഗൈസ്.
എന്താ ഭാഷ? ബർത്ത്ഡേക്കാരനെ കാണിച്ചാ ഇതാണ് നമ്മളെ ബർത്ത്ഡേക്കാരൻ. ഇന്നത്തെ ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ടൈമാണ് നമ്മളെ ചെറുക്കന്റെ ബർത്ത്ഡേ. സന്തോഷം. സീൻ എന്താ പറയാ? ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാ? എന്താ സന്തോഷം. ഒന്നും പറയാനില്ല നമുക്ക്. അതിസന്തോഷം. നമ്മളെ കസറിനെ പറ്റിട്ട് എന്താ പറയാ? കസറ് ചെറുക്കന്മാരെ കസറും കസറത്ത് ചെറുക്കന്മാരും എങ്ങനെയാണ്? കിട്ടിലെ ചെക്കന്മാരെ ഒന്നും പറയാനില്ല. അമീനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അമീന്ന് പറഞ്ഞ മുത്തേ. അയ്യോ, ക്യാമറ ഫിയറുള്ള നമ്മളെ അതിനാനുണ്ട് ഗൈസ്. അതിനാല് മാസ്ക് ഒക്കെ ഇട്ടിരിക്കണടാ. അമീനെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പാലക്കാടത്തെ നല്ലൊരു മുത്താണ്. ചെക്കൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കസറില പാലിന് കടന്നിട്ട്. അപ്പം മെജോറിറ്റി ആൾക്കാരൊക്കെ ഇവിടെ വന്നുകാണ്ട് സഹകരിച്ചു കൊടുക്കാം. ഇവിടെ നല്ല പിസ്താഷ്യോ ന്യൂട്രല്ല, അതേമാതിരി തന്നെ വേറെ ഭാഷ. ഇവിടുത്തെ അനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണ്? ന്യൂട്രല്ല അല്ല ഭാഷ. വേറെ പിസ്താഷ്യോ ന്യൂട്രൽ അല്ലാതെ വേറെ ഏതാണ് ഇഷ്ടം? ബോംബ്. അതാണ് വേറെ സാധനം. ഭാഷക്ക് ഏതാ ഇഷ്ടം? ഭാഷ സെലങ്കാട്ടി. ഭാഷന് ഇഷ്ടമുള്ളവരല്ല, ഭാഷക്ക് ഇഷ്ടമുള്ളവരുടെ സാധനം ചോദിച്ചത്. ബാക്കി നമുക്ക് ചെക്കന് മന്തി വാങ്ങുമ്പോ നമുക്ക് എടുക്കാം. അപ്പൊ ചെറുക്കനെ ചെലവ് ചെയ്ത് വാങ്ങിട്ട് വരാം. തുറക്ക് വീർപ്പിച്ചല്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചെറിയ കാര്യം കിട്ടിയാൽ മതി. കസ്റ്റമറിൽ ആളുണ്ട്, ഇഷ്ടമാതിരി വണ്ടികൾ ഓരോന്നുമേ വരുന്നേ. കാരണം എന്താ, ഡെയിലി നൈറ്റ് ഞങ്ങൾ മാത്രം ഇവിടെ വന്നുകാണ്ട് കൂടി കഴിഞ്ഞാൽ ഇവിടെ ആളായി ഓളായി. പോയോ ചെറുക്കന്റെ ട്രീറ്റ് വാങ്ങി. കൈഫേ ഇതെന്താ? അത് അഡ്വാൻസ് ഭാഷയുടെ വക അഡ്വാൻസ് ആയിട്ട് കൊടുത്താണ്. ഇനി ബാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് എന്താണ് പാവട. ഞങ്ങള് 3 ആള് വേറെ വണ്ടി ഉണ്ടെന്ന്. കൈസറഷായിന്റെ വണ്ടി പഞ്ചറായി. കിടക്കണം വണ്ടി പഞ്ചറായി കാണ്ടി. നമ്മള് കസറിലെ വേറൊരു മണിമുത്താണ് നിഹാൽ. അതിനെ മോൻ കിട്ടി. അയ്യോ, പോവാ ഫുഡ് കഴിക്കാൻ പോവല്ലേ? ഉള്ളിൽ കയറി ഇരിക്കൂല കേട്ടോ. അന്ന് തന്നെ ഷിബിന്റെ ബർത്ത്ഡേക്ക് അവിടെ കയറി കുത്തിരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം ഷിബിന്റെ ബർത്ത്ഡേക്ക് ഒരു വ്ളോഗിലുണ്ടാവും. ഷിബിന്റെ ബർത്ത്ഡേക്ക് ഇവിടുന്ന് ചെസ്റ്റ് പീസിന്റെ 2 മഹാനവറുകൾ അടിണ്ടാക്കിയതാണ്. അതെ, ചെറിയ പീസാണെന്ന് മാത്രം, ചെസ്റ്റ് അല്ല. സത്യം വീട്ടാൻ വേണ്ടി ആ ചെറുക്കന്റെ കിട്ടും. അടുത്ത മാസം ജൂൺ 25 ഗൈസ്, ജൂൺ 25 ചെറുക്കനെ പറഞ്ഞാണെങ്കിൽ മുഖം നോക്കി വെച്ചോ.
അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് കയറി പോയ മുതലായിരുന്നു പാലക്കാട്. എന്നെ എവിടെ ഇരുന്നു? ആ പാലക്കാട് രാത്രി ഇറക്കി. വേണ്ട ആക്രാണ്ട് കാട്ടിൽ കണ്ടിട്ടാണ് ഭാഷ. തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ സാധനം കാട്ടിക്കണം. ആരാച്ചാ ഈ പ്ലേറ്റ് എടുക്കണം. അമ്പാൻ ആരാ കാട്ടിക്കണം? എടുത്തു ഇജാണ് കാട്ടിക്കണത്. ചാമ്പിലേ കുറച്ച് മയോണീസ് കഴിച്ചാണെങ്കിൽ ഉപകാരങ്ങളും കിട്ടിയിരുന്നു. ഇത് 1460. ഷിബിന്റെ ബർത്ത്ഡേ വെച്ച് നോക്കുമ്പോൾ സംഖ്യയല്ല, സംഖ്യയല്ല. ആണോ? ചെറിയ സംഖ്യ. ഞാൻ പാർസൽ വിടാൻ നോക്കട്ടെ. എത്ര? 1460. ചെറുത് എത്ര ഉള്ളു? എത്ര ഉള്ളു? കസറിലെത്തിട്ടെ ഒന്ന് പോയി ഒന്നും ആയിട്ടില്ല. ഒറ്റൊന്ന് മാത്രം അവനാ ശുഷ്കാന്തി കണ്ട പോലെയാ. It was at this moment he knew. He fucked up. സുന്ദരമായ മോങ്ങാൻ ചുരുത്തേക്ക് എനിക്ക് കിട്ടിയടാ. തലേന്ന് കൊലിച്ചിട്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്തൊക്കെ നടന്നു? അമ്മാന്റെ മുഖത്തൊക്കെ കൈ. പാന്റ് മൊത്തം കൈ ഗൈസ്. മറ്റേ പറഞ്ഞ തോറ്റ് തൊപ്പിയിട്ട് വരുന്നു. തോറ്റ് തുന്നമാലി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഭാഷന്റെ ബർത്ത്ഡേക്ക് കിട്ടാൻ മുട്ട കിട്ടിയത് പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലിട്ടൊന്ന് പൊട്ടിച്ചിരുന്നു. അതിന്റെ ബാക്കി എടുത്തെറിഞ്ഞ അതെന്തായാലും വേണം. പുഴയിൽ പോവുക അല്ലാതെ ഇത് കുളിച്ച് ശിബിരിലൊന്നും പുറത്തിറങ്ങി.
ഞാനൊക്കെ കുളിച്ചു നമ്മളെ കസറല്ലേ പൊളിച്ചു ഒന്നും ആയിട്ടില്ലല്ലേ ക്ലീൻ ചെയ്ത് ഒന്നായിരുന്നു സാൾട്ട് ആൻഡ് പേപ്പർ ആയിട്ടുണ്ട് പൊഴി പോവാ പൊഴി പോവാ പൊഴി പോവാ അല്ലാതെ ഇതൊന്നും വൃത്തിയാക്കി നടക്കൂല പെരിക്ക് കയറി കഴിഞ്ഞാൽ മന അടുത്തുണ്ടാവും കൈഫിനെ പെരിക്ക് കുളിപ്പിച്ചിങ്ങാണ്ട് കയറ്റിക്കും ഇറക്കി പോലത്തെ കയറ്റണം ഓടി ഓടി കൂടെ മര്യാദക്ക് നിന്നാ മതിയായിരുന്നു അമ്മേ നിനക്ക് അടീനാവോണ്ട് രക്ഷപ്പെട്ടതാണ് ഇത് അന്നും ഇവൻ അന്നും ഉണ്ടായിരുന്നില്ല ഷിബിന്റെ പടത്തിലുണ്ടായിരുന്നില്ല ബുദ്ധി ക്യാമറ ഉണ്ടോ ഞാനൊന്നും കാട്ടില്ല അഞ്ഞു കാട്ടില്ല പൂവല്ലേ പോയിക്ക് ഞാനുമില്ല റൂമില്ല റൂമിൽ പോയിട്ട് കുളിച്ചാൻ പറ്റൂല മണ്ണാർക്കാട് കൊന്തിപ്പുഴ വെറുതെ കിടക്കല്ല റൂമ് കുളിച്ച കുളിക്കാൻ പോകുമ്പോ എടുക്കാം മസാല കൈഫിന്റെ തല ഉണ്ടാവും എന്ന് തിന്നാനോ അത് പൂച്ച സിപ്പ് നായിക്കളെ പൂച്ച സിപ്പ് ഇതൊക്കെ ആഡ് ചെയ്യണ്ടോ ഇനി സോപ്പ് വേണം ഇത് ആഡ് ചെയ്ത പോലെ ഇനി സോപ്പ് വേണ്ടേ ഇനി സോപ്പ് വേണം സ്പ്ലിറ്റ് അടി സോപ്പിനെ സ്പ്ലിറ്റ് അടി മതിയായി അങ്ങോട്ടില്ല അങ്ങോട്ടില്ല 10 റുപ്യ ആട്ടു ഇല്ലെന്നാ ഇല്ലെന്നാ ഓ സ്പ്ലിറ്റഡായ വാങ്ങൂല എന്തോ 50 കേക്കിനെ ആട്ടിട്ട് ഒരു പൊട്ടി കേക്ക് ചിട്ടിയില്ല നിറച്ച് കിട്ടിക്കാണല്ലോ മൈര തിന്ന് അടക്കോന്നെങ്കിൽ ബില്ലെ ഇതിന് നല്ല കുട്ടിക്കണല്ലോ തൊള്ളി കൂടെ വലിയ കുട്ടിക്കൂടെ പോയിക്കണല്ലോ മൈര പറയണ്ട പ്രശ്നമുണ്ട് നാളെ ഭാഷക്ക് ചോപ്പ് സാധനം വേണം പറഞ്ഞിട്ട് അവന്റെ പെൺകുട്ടിനെ കാണാൻ വേണ്ടിട്ട് വേണമെന്ന് പറഞ്ഞതാണ് വെടി കയറാൻ പറ്റൂല ഐസ് ഇന്ന തച്ച് വയ്ക്കുക ഗൈസ് ഇൻട്രോ ബ്ലോഗ് പ്രതീക്ഷിച്ചിരിക്കണം നിങ്ങളൊക്കെ അതാണ് ഞങ്ങളെ ഇൻട്രോ ഇതിൻ്റെ എൻ്റെ എങ്ങനെയാവും എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അന്നാണ് ബർത്ത്ഡേ വ്ളോഗായിട്ട് ഇറങ്ങിയതാണ് ബർത്ത്ഡേക്കാരനെ ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചാൽ നോക്കിയതാണ് ഞങ്ങൾ കുളിച്ചിങ്ങാണ്ട് കയറേണ്ട അവസ്ഥയായി ലാസ്റ്റ് അപ്പോൾ എല്ലാവരും വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക റാഫി ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യുക ഇതേമാതിരിയുള്ള ഓരോ കുരിപ്പുകളുടെ പരിപാടിയായിട്ട് നമ്മൾ വരും സപ്പോർട്ടാക്കുക